നമസ്കാരം കൂടാതെ ഞാൻ പീറ്റർ ചുവള് 17/3/2026 ചൊവ്വാഴ്ച വൈകിട്ട് സ്വർണ്ണവില നോക്കുമ്പോൾ സ്വർണം വീണ്ടും കൂടുകയാണ്. കുറച്ച് നാൾ കുറഞ്ഞു വരുന്ന സ്വർണ്ണവില ഇന്ന് കൂടി. ഒരു ഗ്രാമിൻ്റെ മുകളിൽ 110 രൂപയും ഒരു പവൻ്റെ മുകളിൽ 880 രൂപയാണ് കൂടിയിരിക്കുന്നത്. ഇനി 22 ക്യാരറ്റ് 14,540, ഒരു പവൻ 1,16,320 അതുപോലെ 24 ക്യാരറ്റ് 15,862, ഒരു പവൻ 1,26,896 അതുപോലെ 18 ക്യാരറ്റ് 11,897, ഒരു പവൻ 95,176 ഇതാണ് വൈകിട്ടത്തെ സ്വർണ്ണവില. സ്വർണ്ണം വാങ്ങിക്കാൻ പോകുമ്പോൾ സ്വർണ്ണത്തിൻ്റെ പരിസ്ഥിതി ഉറപ്പാക്കി വാങ്ങിക്കാൻ ശ്രമിക്കുക. പശ്ചിമേഷ്യ യുദ്ധത്തിൻ്റെ ഫലമായി തുടക്കത്തിൽ സ്വർണ്ണവില കൂടിയിട്ടുണ്ടെങ്കിലും പിന്നീട് താഴുകയായിരുന്നു. ഡോളർ ശക്തിപ്പെട്ടതും സ്വർണ്ണവിലയിൽ ഇടിവിന് കാരണമായി. ഇന്ന് വീണ്ടും കുതിച്ചു വരികയാണ്. അതേസമയം റബ്ബർ വില നോക്കുമ്പോൾ റബ്ബർ വില വീണ്ടും കൂടുകയാണ്. റബ്ബർ വില കോട്ടയം മാർക്കറ്റ് വില RSS 4 കിലോ 217, RSS 5 കിലോ 212, ISNA 20 186, ലാറ്റക്സ് 60% ERC-യുള്ള 151 രൂപ 10 പൈസ. ഇതാണ് വൈകിട്ടത്തെ കോട്ടയം മാർക്കറ്റ് വില. ഇനി കൊച്ചു വില നോക്കുമ്പോൾ RSS 4 കിലോ 217, RSS 5 കിലോ 212 ഇതാണ് വൈകിട്ടത്തെ കൊച്ചു വില. ഇനി അഗർത്തല വില നോക്കുമ്പോൾ RSS 4 കിലോ 207, RSS 5 കിലോ 204. വിദേശ വില നോക്കുമ്പോൾ ബാങ്കോക്ക് RSS 4 കിലോ 235 രൂപ 2 പൈസ, RSS 5 കിലോ 234 രൂപ 60 പൈസ. ഇതാണ് വൈകിട്ടത്തെ റബ്ബർ വില. ഇന്നത്തെ റബ്ബർ വില വൈകിട്ടത്തെ വില രാവിലത്തെ നോക്കുമ്പോൾ 50 പൈസയാണ് വീണ്ടും വർദ്ധിച്ചത്. ഇപ്പോൾ ഏറെ തിളങ്ങി നിൽക്കുന്നത് സുധാകരന്മാരാണ്. ജി സുധാകരനും കെ സുധാകരനും ഒരു പാർട്ടിയിൽ പ്രവർത്തിച്ച് എല്ലാ സ്ഥാനങ്ങളും അവർ നേടിക്കഴിഞ്ഞു. ആലപ്പുഴയിൽ അമ്പലപ്പുഴയിൽ ഇപ്പോൾ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ജി സുധാകരൻ 4 തവണയാണ് MLA ആയത്, 2 തവണ മന്ത്രിയും ജി സുധാകരൻ. അതേസമയം കെ സുധാകരനാകുമ്പോൾ 3 തവണ MP-യും 3 തവണ MLA-യും 1 തവണ മന്ത്രി മത്സരിച്ചത് 11. കോൺഗ്രസ് നേതൃത്വത്തെ ആകപ്പാടെ മുൾമുനയിൽ നിർത്തിയിരിക്കുകയാണ് കെ സുധാകരൻ. മുൻ KPCC പ്രസിഡൻറ്റുമാണ്. പുള്ളിക്ക് MP സ്ഥാനം മതിയാക്കി പോരുമോ എന്നുള്ളതാണ് ആശങ്ക. ഇപ്പോൾ നിയമസഭയിലേക്ക് മത്സരിക്കാൻ വളരെയേറെ താല്പര്യപ്പെടുന്നു. മത്സരിച്ച് ജയിച്ചാൽ മന്ത്രിസ്ഥാനമോ മുഖ്യമന്ത്രി സ്ഥാനമോ ആവശ്യപ്പെടാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. LDF ആയാലും UDF ആയാലും NDA-യിലായാലും എത്രയോ നിരവധി യുവജനങ്ങളാണ് സ്ഥാനമോഹങ്ങൾ കിട്ടാതെ നിൽക്കുന്നത്. വെറും പോസ്റ്റർ ഒട്ടിച്ചും മറ്റും എത്രയോ ആൾക്കാരാണ് നിൽക്കുന്നത്. വയസ്സാങ്കാലത്ത് ഇവരുടെ ഒരു ആഗ്രഹം അത്യാഗ്രഹം എന്ന് പറയാം. ഇവർക്കെല്ലാം പെൻഷൻ്റെ മുകളിൽ പെൻഷനും ഡെയിലി അലവൻസും പെട്രോൾ അലവൻസും എല്ലാം ഉണ്ട്. എന്നിണക്കെയും മതിയാവുന്നില്ല. എന്തായാലും ജനം ഇവർക്കെല്ലാം നല്ല തിരിച്ചടി കൊടുക്കേണ്ട അത്യന്താവശ്യമായ ഒരു ഘടകമാണ്. ഇതോടുകൂടി ഈ വീഡിയോയുടെ പൂർണ്ണമാകുന്നു. ഇത്രയും സമയം ക്ഷമയുടെ കെട്ടിരുന്ന് വളരെയധികം നന്ദി. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്കും ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.